College of Engineering, Trivandrum, a world of opportunities. From creative non technical clubs to highly professional technical clubs, here you find your dream, your passion, and above all, yourself. Welcome to the first episode of Amugam by Forum CET, where we connect the clubs of CET to the outside world. Today, we have with us Ms. Maheshwari from S7 Mechanical Engineering Department, who is the chairperson of SAE CET. Good morning. How are you doing? Good morning. I'm good. So, now you are the chairperson of SAE CET. Initially, എങ്ങനെയാണ് SAE CET യിൽ എത്തിപ്പെടുന്നത്? സോ ഫസ്റ്റ് ടൈം വന്ന സമയത്ത് ലൈക്ക് എനിക്കിങ്ങനെ ക്ലബ്സിനെ പറ്റിയോ അങ്ങനെ ഒന്നും വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഐ ജസ്റ്റ് ജോയിൻഡ് എക്സിലറേറ്റേഴ്സ് ബൈ ലൈക്ക് ഫാക്കൽറ്റീസ് അങ്ങനെ എല്ലായിടത്തുനിന്നും കേട്ട് ആ സമയത്ത് പീക്കിൽ നിന്നൊരു ടീം എക്സിലറേറ്റേഴ്സ് ആയിരുന്നു. അങ്ങനെ എക്സിലറേറ്റേഴ്സ് ജോയിൻ ചെയ്തു. ആൻഡ് ഫ്രം ദെയർ ഐ റിയലൈസ് ദാറ്റ് എക്സിലറേറ്റേഴ്സ് കംസ് അണ്ടർ അനദർ ബോഡി ആൻഡ് ദാറ്റ് ഇസ് SAE. ആൻഡ് ഞാൻ SAE എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയത് എൻ്റെ തേർഡ് ഇയറിലാണ്. ഞാൻ ആ സമയത്ത് വർക്ക്ഷോപ്പ് കോർഡിനേറ്റർ ആയിട്ടാണ് കയറിയത്. സോ എല്ലാ ടീംസിൽ നിന്നും ഒന്ന് രണ്ട് മെമ്പേഴ്സ് വെച്ച് SAEയിൽ ഒരു പാർട്ടാണ്, സോ ദാറ്റ് ദേ ക്യാൻ അഡ്രസ് ദെയർ ഇഷ്യൂസ് റൈറ്റ് ദെയർ. ആൻഡ് കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് കൊണ്ടാവാം ലൈക്ക് ഐ ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു ബി ദ ചെയർപേഴ്സൺ. സോ യാ ദാറ്റ്സ് എ ജേർണി ഇൻ ഷോർട്ട്. So, how was your experience? എന്തൊക്കെയാണ് ഇതിലൂടെ പഠിക്കാൻ പറ്റിയത്? എക്സിലറേറ്റേഴ്സിലൂടെ എനിക്ക് ഒരുപാട് ടെക്നിക്കൽ നോളജ്, ടെക്നിക്കൽ ഏരിയാസിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ സോളിഡ് വർക്ക്സ് യൂസ് ചെയ്യാനാണ് ആൻസേഴ്സ്, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലെ ബേസിക്സ്, വെൽഡിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ആൻഡ് വിത്ത് ദാറ്റ് നോളജ് വെൻ ഐ കെയിം ടു SAE എനിക്കെൻ്റെ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ലീഡർഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇവന്റ് എങ്ങനെ കോർഡിനേറ്റ് ചെയ്യാം, ഒരു ടീമിനെ എങ്ങനെ കൊണ്ടുപോകാം, ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്, അത് എനിക്ക് പറ്റും എന്ന് എനിക്ക് മനസ്സിലായത് SAE വഴിയാണ്. സോ യാ ദാറ്റ്സ് എ ഗ്രേറ്റ്. SAE CET, we do know it's a society, but for those who don't, what actually is SAE CET and what do you focus it on? As you said, SAE is basically a society, and its full form is Society for Automotive Engineers. So this is an international forum. So ഇത് ജസ്റ്റ് ഒരു സൊസൈറ്റി അങ്ങനെ മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു സംഭവമല്ല. സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക, അതായത് ഇപ്പോൾ ഓയിൽസിൻ്റെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ EV ചാർജിങ് സ്റ്റാൻഡേർഡ്സ്, ഇതെല്ലാം സെറ്റ് ചെയ്യാനും എല്ലാം SAE ഒരു പയനിയർ തന്നെയാണ്. Also, SAE has various networking opportunities through which you can just contact with a lot of alumni or a lot of people who are linked with it. And SAE basically like students in കുറച്ചുകൂടി യൂസ്ഫുൾ എന്ന് വേണമെങ്കിൽ പറയാം ആസ് എ സൊസൈറ്റി, ബിക്കോസ് കുറേ കോമ്പറ്റീഷൻസ് നടത്താറുണ്ട്. പിന്നെ അതുവഴി അവർക്ക് ഫണ്ടിങ്, അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് SAE പ്രൊവൈഡ് ചെയ്തു. So you told it's a society. അപ്പോൾ ഈ സൊസൈറ്റീൻ്റെ അണ്ടറിൽ വരുന്ന ഏതൊക്കെ ക്ലബ്സ് ആണുള്ളത്? സോ ഇപ്പൊ CET നോക്കുകയാണെങ്കിൽ SAEയുടെ അണ്ടറിൽ ഒരു 9 ക്ലബ്സ് ഉണ്ട്. ദാറ്റ് ഇസ് ഫ്രം എയറോ CET, ആസ്ട്രോ CET, ഇവോൾവ്, എക്സിലറേറ്റേഴ്സ്, ഫോളിയം, ഫെറാഗോ, ഹെറാക്കിൾസ്, ജെനിത്ത്, പിന്നെ വെലോ CET, അങ്ങനെ 9 ക്ലബ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓരോരുത്തരും ഓരോ ഡിഫറെൻറ്റ് ഏരിയാസിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ എയറോ CET ആണെങ്കിൽ ഡ്രോൺ ഡെവലപ്മെന്റ്, പിന്നെ ലൈക്ക് അങ്ങനത്തെ കാര്യങ്ങൾ. ഹെറാക്കിൾസ് ഒക്കെ ആണെങ്കിൽ ബഗി, ബാഹ പോകുന്നു. ജെനിത്ത് ആണെങ്കിൽ ഫോർമുല, എക്സിലറേറ്റേഴ്സ് ആണെങ്കിൽ ഗോകാർട്ട്. അങ്ങനെ ഓരോ ക്ലബ്സും ഓരോ കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ ഓരോ വെറൈറ്റീസ് ഓഫ് ഓട്ടോമോട്ടീവ്സിനെ ബേസ് ചെയ്താണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ ഇതിന് മുന്നേ ഏതൊക്കെ കോമ്പറ്റീഷൻസിലാണ് ഓരോ ക്ലബും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ SAEയുടെ അണ്ടറിൽ സ്റ്റാർട്ട് ചെയ്തൊരു ക്ലബ്ബായിരുന്നു ഫെറാഗോ. ബട്ട് അവരുടെ പ്രോപ്പർ ഇനീഷ്യലൈസേഷൻ വന്നത് 2019 ടൈമിലായിരുന്നു. അപ്പോൾ അവർ FE സൈക്കിൾ കോമ്പറ്റീഷന് പോയിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഹെറാക്കിൾസ് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് SAEയുടെ ബാഹ കോമ്പറ്റീഷൻസിന് എല്ലാ ഇയറും മുടങ്ങാതെ പോകുന്നുണ്ട്. ആൻഡ് അവരിപ്പം ഹൈഡ്രജൻ ബാഹ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് SAEയുടെ ഒരു കോമ്പറ്റീഷൻ വേണ്ടി തന്നെയായിരുന്നു. പിന്നെ എക്സിലറേറ്റേഴ്സ് ഈ ഇലക്ട്രിക് 2 വീലർ ഡിസൈൻ കോമ്പറ്റീഷൻസിന് കഴിഞ്ഞ 2 വർഷം പോയിട്ടുണ്ട്. പിന്നെ ജെനിത്ത് ഇത്തവണ സുപ്ര പോയി. ഇതാ മെയിനായിട്ട് ഇത്രയും. പിന്നെ എയറോ CET ലൈക്ക് എയറോ ഡിസൈൻ കോമ്പറ്റീഷൻസ്, ഡ്രോൺ ഡെവലപ്മെന്റ്, അതിനൊക്കെ പോകാറുണ്ട്. അപ്പം മെയിനായിട്ട് ഇത്രയും ക്ലബ്സ് ആണ് കൺസിസ്റ്റന്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഓൾ ദ ക്ലബ്സ് അണ്ടർ SAE ഈസ് ഹൈലി ടെക്നിക്കൽ അല്ലേ? അപ്പോൾ ഈ പ്രയർ ടെക്നിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്? അതായത് ഇപ്പം കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പ്യോർലി ടെക്നിക്കൽ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ആസ്ട്രോ CET അങ്ങനെ അത്രയും ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ക്ലബ് അല്ല. ഇറ്റ്സ് ഇൻട്രസ്റ്റ് ബേസ്ഡ് ഡെവലപ്പ് ചെയ്ത ക്ലബ്ബാണ്. ഇപ്പൊ അവര് അല്ലാത്ത കുറെ ഏരിയാസിലോട്ടേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പം ഞാൻ ഫസ്റ്റ് ഇയറിൽ ഇവിടെ വന്ന സമയത്ത് എനിക്ക് ടെക്നിക്കലി ഒന്നും അറിയില്ല.
I was like, I didn't even know how an engine properly works. അപ്പൊ ആ ഒരു ടൈമിൽ വന്നിട്ട് ഇപ്പം എനിക്കൊരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഐ ഡു ഓ എ ലോട്ട് ടു ദ ക്ലബ്സ് ദാറ്റ് ഹാവ് കം അണ്ടർ SAE. അപ്പം SAE നമുക്ക് വർക്ക്ഷോപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ SAEയുടെ അണ്ടറിലെ ക്ലബ്സിലൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഇയറിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുമ്പം നമുക്ക് പ്യുവർലി ഇൻട്രസ്റ്റ് ആണ് അവർ നോക്കുന്നത്. നമുക്ക് ടീമിനോട് കാണിക്കാൻ പറ്റുന്ന ഡെഡിക്കേഷനും കമ്മിറ്റ്മെന്റും ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ലേൺ എനിത്തിങ്. സോ റീസെന്റ് SAE സീറ്റിന്റെ അണ്ടറിൽ ഒരു മാഗസിൻ റിലീസ് ചെയ്തിട്ടില്ലേ? Yes. അപ്പൊ അത് ഫസ്റ്റ് ടൈം ആയിട്ടാണോ ചെയ്യുന്നത്? ആക്ച്വലി ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, ബട്ട് ദെൻ അത് അത്രത്തോളം നമുക്ക് പോപ്പുലറൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് ബാക്ക് ഇൻ ലൈക്ക് 2022 or 2023. അതിനുശേഷം ഇപ്പോൾ ആണ് നമുക്ക് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ചെയ്യാൻ ലൈക്ക് ഫാക്കൽറ്റീസ് ഒക്കെ സജസ്റ്റ് ചെയ്തു എന്തുകൊണ്ട് അങ്ങനെ ഒരു മാഗസിൻ ചെയ്തുകൂടാന്നുള്ളത്. അങ്ങനെയാണ് ആ ഒരു ഇതിലോട്ട് വന്നത്. അപ്പൊ ഇപ്രാവശ്യം അത് പോപ്പുലറൈസ് ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെ മെഷേഴ്സ് ആണ് എടുക്കുന്നത്? ആക്ച്വലി നമ്മൾ ഇത് നല്ല രീതിയിൽ എല്ലാവരിലേക്കും എത്തിക്കാൻ മാക്സിമം ഈ ഗ്രൂപ്പ്സ് ഒക്കെ വഴി ഷെയർ ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഹാർഡ് കോപ്പിയും സോഫ്റ്റ് കോപ്പിയും രണ്ടും അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പം അഥവാ ഹാർഡ് കോപ്പി വേണമെന്ന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് എടുക്കാം. പിന്നെ ലൈബ്രറിയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളത് വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഇത്രയും ബിസി ആയിട്ടുള്ള ഷെഡ്യൂളിന്റെ ഇടയ്ക്ക് താങ്ക് യു ഫോർ കോപ്പറേറ്റിംഗ് ഫോർ ദിസ് ഇന്റർവ്യൂ. താങ്ക് യു. Thank you for calling me. Like I'm so glad. It's the first interview and thank you so much for calling me. സോ ദിസ് ഈസ് ഹരിത ഫ്രം ഫോറം CET. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു ക്ലബ്ബുമായിട്ട് വരുന്നത് വരെ താങ്ക് യു.